ഇന്ന് നമ്മൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കഥയിലൂടെയാണ് നമ്മൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം കഥ കേട്ട് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്, നല്ല നമുക്കൊന്ന് കേട്ട് നോക്കാം. ഈ ഒരു ഇമേജ് കണ്ടപ്പോഴേ നിങ്ങൾക്ക് ഏതാണ് കഥയെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? നിങ്ങൾക്ക് എല്ലാവരും ചെറുതിലേ തൊട്ട് കുറെ കവിതകളായിട്ടും കഥകളായിട്ടും ഒക്കെ കേട്ടിട്ടുള്ള മഹാബലിയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എങ്ങനെയായിരുന്നു മഹാബലി വളരെ പ്രശസ്തനായ അല്ലെങ്കിൽ എല്ലാവരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അസുര രാജാവായിരുന്നു അല്ലെ? സോ അസുര രാജാവ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ന് വെച്ചാൽ ക്രൂരനായിട്ടുള്ള രാജാവല്ല. എല്ലാ പ്രജകൾക്കും വളരെയധികം സന്തോഷം, അവിടെ എന്താ പറയാ, ലക്ഷ്മി ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. സമ്പൽ സമൃദ്ധിയായിരുന്നു. യാതൊരുവിധ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദേവന്മാർക്ക് എന്തായി? ദേവന്മാർക്ക് ഒരു ചെറിയ രീതിയിലൊരു സംശയം, ഇനി ദേവന്മാരെക്കാളും മുന്നിലേക്ക് വരുമോ ഈ അസുര രാജാവ് എന്നുള്ള സംശയത്തില് എന്ത് ചെയ്തു? വാമന അവതാരം എടുത്ത് വിഷ്ണു ഭഗവാൻ വരെയാണ്. വിഷ്ണു ഭഗവാൻ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? മഹാബലി യാഗം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മഹാബലി അതീവ എന്തായിരുന്നു, ദാനശീലനായിരുന്നു. എന്ത് ചോദിച്ചാലും തന്നാൽ കഴിയുന്നതെല്ലാം കൊടുക്കാൻ തയ്യാറായിരുന്ന വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു രാജാവ്. സോ വാമനൻ വന്നിട്ട് എന്ത് ചോദിക്കും? 3 അടി മണ്ണ് ചോദിക്കും. മഹാബലി എന്താ വിചാരിക്കുക? 3 അടി മണ്ണല്ലേ, കൂടി വന്ന് എന്താ കൊടുക്കുക, മീൻസ് കൂടി വന്ന് എന്താ സംഭവിക്കുക എന്നുള്ളത് ആലോചിച്ചിട്ട് മഹാബലി എന്ത് ചെയ്യും? വാക്ക് കൊടുക്കും. വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ രാജാക്കന്മാരല്ലേ, അവർക്ക് പിന്നോട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. പോരെ, അത് ആരാണ്? മഹാബലിയാണ് വാക്ക് കൊടുത്തിട്ടുള്ളത്. സോ 3 അടി മണ്ണ് വാമനൻ ചോദിച്ചു. 3 അടി മണ്ണ് തരാന്ന് ആര് സമ്മതിക്കുകയും ചെയ്തു? മഹാബലി സമ്മതിക്കുകയും ചെയ്തു. വെറും 3 അടി അല്ലെ, നമ്മളുടെ കാല് വെച്ചാൽ 3 അടി എന്ന് വെച്ചാൽ 3 അടി ആ ഭാഗത്തുള്ള മണ്ണ് മാത്രം കൊടുത്താൽ മതി, അത്രേ മഹാബലിയും വിചാരിച്ചുള്ളൂ. പക്ഷെ അതിന് പിന്നിൽ ഒരു വലിയ ചതി ഉണ്ടായി. വാമനൻ എന്ത് ചെയ്തു? ആകാശം മുട്ടയുള്ള ഒരു വലിയ രൂപം സ്വീകരിച്ചു. എന്നിട്ട് അപ്പൊ അത്രയും വലിയ മനുഷ്യന്റെ കാൽപാദത്തിനും അത്രയധികം വീതിയും മണ്ണോ എല്ലാം ഉണ്ടാവും അല്ലെ? ആ കാൽപാദം വെച്ച് 2 അടി അളന്നപ്പോ തന്നെ ഭൂമിയും പാതാളവും സ്വർഗവും മൂന്നും അളന്നുപോയി. ബാക്കി 3-ാമത്തെ അടിയും മഹാബലി എന്ത് ചെയ്തതാ? വാഗ്ദാനം ചെയ്തതാ. പക്ഷെ 3-ാമത്തെ അടി വെക്കാൻ എന്തില്ല? സ്ഥലമില്ല. സോ എവിടെ വെക്കും? അങ്ങനെയാണ് മഹാബലി എന്താ സ്വന്തം ശിരസ് കാണിച്ചു കൊടുക്കുന്നത് വാമനന് അളക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്ത് ചെയ്തു? 3-ാമത്തെ അടിക്കായിട്ട് വാമനൻ ശിരസ് മഹാബലിയുടെ തലയിൽ വെക്കുന്നു. മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തുന്നു. അങ്ങനെയാണ് കഥ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ? വെറും ഒരു 3 അടി മഹാബലിനെ എന്താക്കി? രാജാവിൽ നിന്നും പാതാളത്തിലേക്ക് എത്തിച്ചു. ഈ ഒരു 3 അടിയുടെ കാര്യം നമ്മൾ ഇന്ന് പറയാൻ പോണേ. നമ്മൾ കേട്ടപ്പോ എത്ര നിസ്സാരമായിട്ട് നമ്മൾ പറയാം, വെറും 3 അടി അല്ലേ? പക്ഷെ അത് വാമനനെ കണ്ടപ്പോഴത്തേക്കും വാമനൻ എന്ന് വെച്ചാൽ ഒരു ബ്രാഹ്മണനാണ്. കണ്ടാൽ അത്ര എന്താ പറയാ, അത്ര വലിയ രൂപം ഒന്നും ഇല്ലേം താനും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അടി എന്ന് പറഞ്ഞാൽ കൂടിന്ന് എത്ര വരാനാ എന്നുള്ള രീതിയിലാണ് മഹാബലി വാക്ക് കൊടുത്തത്. പക്ഷെ എന്ത് സംഭവിച്ചു? അത് വലിയൊരു വിപത്തായിട്ട് മാറി. ഇങ്ങനെ നമ്മൾ പല രീതിയിലുള്ള അളവുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അടിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ 3 അടി മണ്ണ് അത് ചോദിച്ചു. നമ്മളുടെ മഹാബലിയുടെ കാര്യം ട്രാജഡി ആയിപ്പോയി. ഇനി നമ്മൾ വേറൊരു ഡിഫറൻസ് പറഞ്ഞാൽ, നമ്മൾ കോമൺലി കാണുന്ന ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ്, നമ്മൾ പൂവൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ 1 മുഴം മുല്ലപ്പൂ, 2 മുഴം മുല്ലപ്പൂ എന്നൊക്കെ പറയാ. മുഴം എന്ന് വെച്ചാൽ എന്താ? മുഴം എന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളാണ് മുഴം. സോ അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രയാണ് മുഴം എന്നുള്ളത് അല്ലെ? ഇപ്പൊ എന്റെ കൈയുടെ മുഴം എന്ന് പറയുന്നതായിരിക്കില്ല വേറൊരാളുടെ കൈയുടെ. ചിലപ്പോൾ തീരെ കുറേ ഒരു മനുഷ്യനാണെങ്കിൽ ആ മുഴം എന്ന് പറയുന്നതിന്റെ നീളം വളരെയധികം കുറവായിരിക്കും. സോ അത് നമുക്ക് എന്തിൽ വരും? നഷ്ടത്തിൽ വരും. സോ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇങ്ങനത്തെ പല അളവുകളും ഉണ്ട്. ഇത് ഫിംഗർ സ്പാൻ ഉണ്ട്, ഫീറ്റ് സ്പാൻ ഉണ്ട്, ഹാൻഡ് സ്പാൻ ഉണ്ട് അല്ലെ? ഇങ്ങനെ കൈ വെച്ചിട്ട് ഇവിടം തൊട്ടിട്ട് സ്ട്രെച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവാണ് ഹാൻഡ് സ്പാൻ എന്ന് പറയുന്നത്. ഫിംഗർ സ്പാൻ എന്ന് പറയുമ്പോൾ ഇവിടം വരെയുള്ളത്, ഈ ഫസ്റ്റത്തെ മാർക്കിംഗ് വരെയുള്ള അളവിനെയാണ് ഫിംഗർ സ്പാൻ എന്ന് പറയാ. സോ ഇങ്ങനെയുള്ള അളവുകൾ ഓരോ മനുഷ്യരിൽ നിന്ന് വേറൊരു മനുഷ്യനിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യും? ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. സോ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന മെഷർമെന്റ്സ് എല്ലാം ഇങ്ങനെയായിരുന്നു. ആൻഡ് ഇതൊന്നും ഫിക്സഡ് ആയിട്ടുള്ളതോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതോ അല്ല. ഇപ്പൊ ഞാൻ എന്റെ കൈക്ക് ഒരു മുഴം മുല്ലപ്പൂ വാങ്ങിച്ചു, വേറൊരാൾ വാങ്ങിച്ചപ്പോഴത്തേക്ക് അത്ര ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ അതിനകത്ത്? ഇല്ല. കാര്യം എന്താ? കാര്യം എന്ന് വെച്ചാൽ രണ്ടുപേരുടെയും കൈയുടെ അളവ് വെച്ചിട്ടാണ് മുഴം പറയുന്നത്. സോ അവിടെ നമുക്ക് എന്ത് പറ്റും? ചതി പറ്റാം, അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാം. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ലാഭം ഉണ്ടാവാം, അത് വ്യത്യാസം. സോ ഇതിനൊരു യൂണിഫോമിറ്റി ഇല്ല. സോ ഇങ്ങനത്തെ കുറെ അധികം യൂണിറ്റ്സ് ഉണ്ടായത് കൊണ്ടിട്ട് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. സോ ഇങ്ങനത്തെ യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നുള്ള കുഴപ്പം എന്താ?
ഏറ്റവും വലിയ കുഴപ്പമാണ് അക്യൂറസി കനോട്ട് ബി മെഷർഡ്. നമുക്ക് കൃത്യമായിട്ടൊരു മെഷർ പറയാൻ പറ്റില്ല, ഒരു ഏകദേശമാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. യൂണിഫോമിറ്റി കനോട്ട് ബി ഇൻഷുർഡ്. അതാണ് ഞാനിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഇപ്പൊ എന്റെ അളവായിരിക്കില്ല വേറൊരാളുടെ അളവ് എന്ന് പറയുന്നത്, കൈയുടെ നീളം എന്ന് പറയുന്നത്, വിരലിന്റെ നീളം എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ഒരുപോലെ തുല്യമായിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു യൂണിഫോം ആയിട്ടുള്ള നേച്ചർ നമുക്ക് കിട്ടില്ല. സോ ഇങ്ങനെ ഒരു ഇൻസ്റ്റൻസ് നിന്നപ്പോഴാണ് എന്ത് വന്നത്, യൂണിറ്റ്സ് സ്റ്റാൻഡേർഡൈസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഡിവൈസസ് ഉണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ നമ്മളുടെ നീളമായാലും വീതിയായാലും വെയിറ്റ് ആയാലും സമയമായാലും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പല പല യൂണിറ്റ്സ് ഉണ്ട്. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലെങ്ത്തിന്റെ മെഷർമെന്റ് മാത്രമാണ്. ലെങ്ത് എങ്ങനെയാണ് അക്യൂറേറ്റ്ലി നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഇതിപ്പോ ഒരു സ്കെയിൽ ആണല്ലോ, സ്കെയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഈ സ്കെയിലില് എന്താ പറയാ, സ്കെയിൽ കണ്ടിട്ടുണ്ട്, ഒരു ഡിവൈഡർ ഉണ്ട് ഇപ്പുറത്ത്. ഇവിടെ എന്തോ ഉള്ളത്, ഇവിടെ ആക്ച്വലി ഒരു മീറ്റർ ഇത് വെച്ചിട്ടുണ്ട്, ഇത് ഹൈറ്റ് നോക്കാൻ വെച്ചിട്ടുണ്ട്, ഇതൊരു വേറൊരു തരത്തിലുള്ള ടേപ്പാണ്. ഓരോന്നിനും ഓരോ പേർപ്പസാ. നമ്മൾ കോമൺലി ഇപ്പൊ നമ്മളുടെ സ്കൂളുകളിലായാലും ക്ലാസ്സുകളിലായാലും നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ റൂളേഴ്സ് ആണ്, സാധാരണ സ്കെയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റേതെല്ലാം എന്താ, ഡിവൈഡേഴ്സും സ്കെയിൽസും ഒക്കെയാണ് മറ്റുള്ള കാര്യങ്ങൾ. ഡിവൈഡേഴ്സ് നമുക്കിപ്പോൾ കൃത്യമായിട്ട് സ്കെയിൽ കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പോയിന്റിൽ നമ്മൾ കോമ്പസ് കുത്തി മറ്റേ പോയിന്റിലും കോമ്പസ് കുത്തിയിട്ട് നമ്മൾ ഡിവൈഡർ യൂസ് ചെയ്യും. ബാഹുബലിയിൽ കൃത്യമായിട്ട് ഈ ഡിവൈഡർ യൂസ് ചെയ്യുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് അല്ലെ. എപ്പോഴാ മെഷീൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഡിവൈഡർ യൂസ് ചെയ്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് എത്രയാന്ന് നോക്കി ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് അതേ മെഷർമെന്റിൽ എടുക്കും. ഓക്കെ, അതേപോലെ ഇപ്പോ ഈ കാണുന്ന ടേപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടി നീളം കൂടിയ സാധനങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ പേർപ്പസിനൊക്കെ വരുമ്പോഴത്തേക്കാണ് ഇങ്ങനത്തെ ടേപ്പ് യൂസ് ചെയ്യുക. ഇത് മീറ്റർ ടേപ്പ് ആണ്, അതായത് ഇപ്പോൾ തുണി കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളത്. സോ അതിനകത്ത് ഈ റേഞ്ചിൽ ഇത് കുറച്ചും കൂടി റേഞ്ച് കൂടുതലായിരിക്കും, അത്രയും റേഞ്ച് ഇതിനകത്ത് ഉണ്ടാവില്ല. ഇത് ഹൈറ്റ് മെഷർ ചെയ്യാനുള്ള അപ്പാരറ്റസ് ആണ്. ഓക്കെ, സോ ഇതെല്ലാം മെഷർ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, നീളം തന്നെയാണ്. പക്ഷെ ഓരോന്നിന്റെയും റേഞ്ച് അനുസരിച്ചാണ് എന്ത് വരുന്നത്, മെഷർമെന്റ് സംഭവിക്കുന്നത്. ഇനി നമ്മൾ എന്തിൽ പറഞ്ഞാലും ഇപ്പൊ നമുക്ക് തന്നെ ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്ന നീളത്തിന്റെ യൂണിറ്റ്സ് ആണ് സെന്റിമീറ്റർ അല്ലെ. മില്ലിമീറ്റർ നമ്മൾ കേട്ടിട്ടുണ്ട്, സെന്റിമീറ്റർ, മില്ലിമീറ്റർ ഇതെല്ലാം നമ്മൾ കേട്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ളത് മീറ്റർ, നമ്മൾ കേട്ടിട്ടുണ്ട് കിലോമീറ്റർ, നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പല യൂണിറ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ബേസിക്കലി ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, മീറ്റർ ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്, സ്മോൾ ലെറ്റർ എം ആണ്. സോ ഇതാണ് ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം പല സൈസിലുള്ള സാധനങ്ങളുണ്ട് അല്ലെ. സോ പല സൈസിലുള്ള സാധനങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടി പല അല്ലെങ്കിൽ പല ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിപ്പോ ഞാൻ താഴെ കാണിച്ചിട്ടുള്ള ഒരു സ്കെയിലാണ്. ഈ പല സൈസിലുള്ള സാധനം ഇപ്പൊ സ്കെയിൽ വെച്ചിട്ട് സെന്റിമീറ്റർ റേഞ്ചിലുള്ളത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ സ്കെയിൽ വെച്ച് ഏറ്റവും ചെറിയ മെഷർമെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രയായിരിക്കും, ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ലൈക്ക് ഈ ഡിവിഷൻ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ് അല്ലെ. സോ അതെന്തുവാ, 1 മില്ലിമീറ്റർ അല്ലേ. സോ നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് ഡിവിഷൻ ഈ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്നത് എന്തുവാ, 1 mm ആണ്. സോ ഒരു ഇൻസ്ട്രുമെന്റിന് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് എത്ര മെഷർ ചെയ്യാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ലീസ്റ്റ് കൗണ്ട് ഈ കേസിൽ എന്തായിരിക്കും, ഒരു സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ ആ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് mm ആണ്, മില്ലിമീറ്റർ, 1 millimeter. സോ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ മീറ്റർ സ്കെയിൽ ഇസ് millimeter. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ സാധനം നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. പല സാധനങ്ങളും ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം പെൻസിലാ, ഇത് നമുക്ക് മെഷർ ചെയ്യാൻ എന്ത് മതി, സ്കെയിൽ മതി. ഇനി ഈ പേനയുടെ നിബ് എനിക്ക് മെഷർ ചെയ്യണം, നിബിന്റെ എത്ര ലെങ്ത് ഉണ്ടെന്ന് എനിക്ക് മെഷർ ചെയ്യണം. എനിക്കൊരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാൻ കഷ്ടപ്പാടായിരിക്കും അല്ലെ, കാര്യം അത്രയും ചെറുതാ അത് ഞാൻ എങ്ങനെ സ്കെയിലിൽ കൃത്യമായിട്ട് മുറിക്കാനാ. ഇനി ഇത് ഈ പറഞ്ഞ തുണി ഞാനൊരു സ്കെയിൽ വെച്ച് മുറിക്കാനാണെങ്കിൽ എത്ര പ്രാവശ്യം ഒരേ സ്കെയിൽ ഞാൻ ഇങ്ങനെ മാറ്റി 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 റിപ്പീറ്റ് ചെയ്ത് വെച്ചാലാണ് എനിക്കത് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുക. സോ അങ്ങനെ മെഷർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്തായിരിക്കും കൂടുതൽ, അവിടെ എറേഴ്സ് വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. റോഡൊന്നും സ്കെയിൽ വെച്ച് നമുക്ക് എന്തേ ചെയ്യാൻ പറ്റില്ല, മെഷറേ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇതൊന്നും നമുക്ക് എല്ലാം തന്നെ നമുക്ക് ബേസിക് യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ പോലും എല്ലാം നമുക്ക് മീറ്ററിൽ പറയാനും പറ്റത്തില്ല. ഓരോന്നിനും ഓരോ യൂണിറ്റ് ഉണ്ട് അല്ലെ. ചിലപ്പോൾ സ്മോളർ യൂണിറ്റ്സ് മതിയാകും. ഇപ്പൊ ഇത് മെഷർ ചെയ്യാൻ സ്മോളർ യൂണിറ്റ്സ് മതി, ഇത് മെഷർ ചെയ്യാൻ അതിനേക്കാളും സ്മോളർ യൂണിറ്റ്സ് മതി. ബട്ട് ഇത് മെഷർ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി വലിയ യൂണിറ്റ്സ് വേണം, ഇത് മെഷർ ചെയ്യണമെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി കൂടിയ യൂണിറ്റ്സ് വേണം അല്ലെ. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ അധികം യൂണിറ്റ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി അത് കുറെ നിങ്ങൾ ഫെമിലിയർ ആ. ഇപ്പൊ കിലോമീറ്റർ,
ഇവിടെ നിന്ന് തൃശ്ശൂർ വരെയുള്ള ദൂരം 30 കിലോമീറ്റർ ആണ്. കിലോമീറ്റർ അല്ലെങ്കിൽ വണ്ടിയുടെ ഇന്ന് എൻ്റെ വണ്ടി 30 കിലോമീറ്റർ ഓടി, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം 10 കിലോമീറ്റർ ആണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ 1 കിലോമീറ്ററിന് ഇത്ര രൂപയാണ് പൈസ ഓട്ടോ ചാർജ് കൊടുക്കേണ്ടത്, ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? സോ കിലോമീറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 മീറ്റർ ആണ് അല്ലെ? കിലോമീറ്ററിനെക്കാളും ചെറിയ യൂണിറ്റ് ആണ് എന്ത് സാധനം? മീറ്റർ എന്ന് പറയുന്നത്. മീറ്റർ എന്ന് പറയുന്നത് എത്രയാ? 100 സെന്റിമീറ്റർ ആണ്. ഇനി 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ എന്താ? 1 മില്ലിമീറ്റർ ആണ്. ഇത് മൂന്നും നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ട്. കിലോമീറ്റർ, മീറ്റർ, സെന്റിമീറ്റർ, ഇത് മൂന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നാലാമത്തെ നിങ്ങൾ പഠിക്കാൻ പോണത് എന്താ വെച്ചാൽ മില്ലിമീറ്റർ. മില്ലിമീറ്ററിനെ നമ്മൾ കുറച്ചും കൂടെ താഴത്തേക്ക് കൊണ്ടുവരാണ് മൈക്രോമീറ്റർ. മൈക്രോമീറ്റർ എവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക വെച്ചാൽ പണ്ടല്ല, കുറച്ച് നാൾക്ക് മുന്നേ ഇത്ര മൈക്രോണിന് താഴെയുള്ള പ്ലാസ്റ്റിക് ബാഗ്സ് ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്രയും മുകളിലുള്ളതേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള മൈക്രോൺ ആണ്. അതായത് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സിന്റെ കട്ടി, ആ കട്ടി പറയാൻ വേണ്ടിയിട്ട് അത്രയും ചെറിയ യൂണിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. സോ ആ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മൈക്രോമീറ്റർ എന്ന് പറയാ. 1000 മൈക്രോമീറ്റർ ആണ് 1 മില്ലിമീറ്റർ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതാണ് ഒരു സ്കെയില്. ആ സ്കെയിൽ ഇവിടം തൊട്ട് ഇവിടം വല്ല ഡിവിഷൻ, ഈ ഫസ്റ്റ് ഡിവിഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? 1 mm എന്ന് വിളിച്ചേ. ഈ 1 mm 1000 പീസസ് ആക്കി നിങ്ങൾ മുറിച്ച് അതിൽ ഒരു പീസാണ് എന്തെന്ന് പറയണത്? 1 മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. സോ ആ യൂണിറ്റ് അത്രയും ചെറുതാണ്. ഇനി അതിനേക്കാളും ചെറിയ യൂണിറ്റ് ആണ് എന്ത് സാധനം? നാനോമീറ്റർ. നാനോമീറ്റർ എന്ന് വെച്ചാൽ എന്താ? ഒരു മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 1000 നാനോമീറ്റർ. അപ്പൊ ഇപ്പൊ ഈ നമ്മൾ ചെയ്ത ഡിവിഷനെ പിന്നെയും ഒന്നും കൂടെ 1000 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ ഏറ്റവും ചെറിയൊരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? നാനോമീറ്റർ എന്ന് പറയാം. ഇനി ഇതിനെല്ലാത്തിനെയും നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. സോ മീറ്ററിനെക്കാട്ടിയും വലിയ യൂണിറ്റ് ആണ് കിലോമീറ്റർ. അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്തെന്ന് എഴുതണേ? 10⁻³ മീറ്റർ. അതായത് 1 2 3 3 zeros. ഓക്കെ. സെന്റിമീറ്റർ മീറ്ററിനെക്കാട്ടിയും കുറവാണ്. എത്ര കുറവാണ്? 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 10⁻² മീറ്റർ. അതായത് 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ പിന്നെയും ഒന്നും കൂടി കുറയും. ഇറ്റ് ഇസ് 10⁻³ മീറ്റർ. മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്റർ. നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁹ മീറ്റർ. സോ നമ്മളിപ്പോ എത്ര യൂണിറ്റ് പഠിച്ചു? കിലോമീറ്റർ, മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ. 6 എണ്ണം. ലെങ്ത്തിന്റെ 6 യൂണിറ്റ് നമ്മൾ പഠിച്ചത്. ഇത് മാത്രമല്ല ലെങ്ത്തിന്റെ യൂണിറ്റ് ഉള്ളത് കേട്ടോ. ലെങ്ത്തിന്റെ യൂണിറ്റ് ഇതല്ലാണ്ട് കുറച്ചും കൂടി ഒരു ലാർജ് സ്കെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നൊരു യൂണിറ്റും കൂടിയുണ്ട്. എന്താണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? AU എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദി എർത്ത് ടു ദ സൺ. അതാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വെച്ചാൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം, അതിന്റെ ഒരു ആവറേജ് ഡിസ്റ്റൻസ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 15 crore കിലോമീറ്റർ, 15 crore കിലോമീറ്റർ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് മെഷർ ചെയ്യുന്ന ലെങ്ത് ആണ്. ഇനി 1 ലൈറ്റ് ഇയർ. ഇത് കേൾക്കുമ്പോൾ ലൈറ്റ് ഇയർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സമയമാണെന്ന്. എക്സാമിന് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരാം. ഫോർ എക്സാമ്പിൾ മില്ലിമീറ്റർ, ലൈറ്റ് ഇയർ, പാർ സെക്കൻഡ്, പിന്നെ സെക്കൻഡ്, എന്നിട്ട് ഇതിനകത്ത് ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ലൈറ്റ് ഇയർ എന്ന് പറയുന്നതും പാർ സെക്കൻഡ് എന്ന് പറയുന്നതും സെക്കൻഡ് എന്ന് പറയുന്നതും സമയത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? ഇതല്ല ഓട്, മില്ലിമീറ്റർ ആണ് ഓടെന്ന് നിങ്ങൾ എഴുതും. പക്ഷെ തെറ്റാ. എന്താ കാര്യം? ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാലും ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്, പാർ സെക്കൻഡ് എന്ന് പറഞ്ഞാലും ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുന്നത്. സോ അപ്പൊ എന്താ ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ലൈറ്റ് ഇൻ 1 year. ഡിസ്റ്റൻസ് ട്രാവൽ ആണ്. ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അങ്ങനെ ആ സ്പീഡിൽ ലൈറ്റ് ഒരു കൊല്ലം എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് ഒരു ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. പാർ സെക്കൻഡ് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ. അത്രയും ലൈറ്റ് ഇയേഴ്സ് കൂടുമ്പോഴാണ് നമ്മളൊരു പാർ സെക്കൻഡ് എന്ന് പറയാം. അപ്പൊ ഒരു ഓഡ് വൺ ഔട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് വിചാരിക്കൂട്ടോ. ഫോർ എക്സാമ്പിൾ സെക്കൻഡ് തന്നിട്ടുണ്ട്, ദെൻ നമുക്ക് തന്നിട്ടുള്ള യൂണിറ്റ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാർ സെക്കൻഡ് തന്നിട്ടുണ്ട്, ലൈറ്റ് ഇയർ തന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് 4 ഓപ്ഷന് തന്നിട്ടുള്ളത്. ഇതിനകത്ത് ഓഡ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ഡോണ്ട് ഡു ലൈക്ക് ദാറ്റ്. സെക്കൻഡ് ആണ്, ഇതും പാർ സെക്കൻഡ് ആണ്, ഇത് ലൈറ്റ് ഇയർ ആണ്. സോ ഇത് മൂന്നും ടൈമിനെ സൂചിപ്പിക്കുന്നതാണ് എന്നുള്ള ഇന്റർപ്രിട്ടേഷൻ കൊണ്ടുവരാതിരിക്കുക. ബിക്കോസ് സെക്കൻഡ് മാത്രമാണ് ഇതിനകത്ത് ഓഡ് വൺ ഔട്ട്. ബാക്കി ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയാലും പാർ സെക്കൻഡ് ആയാലും ലൈറ്റ് ഇയർ ആയാലും മൂന്നും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ ഏകദേശം എങ്ങനെയാണ്
മെയിൻലി ആയിട്ടുള്ള ലെങ്ത് മെഷർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അല്ലെ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് പ്ലാസ്റ്റിക് ബാഗ്സിന്റെ കട്ടി പറയാൻ വേണ്ടി നമ്മൾ ഏത് യൂണിറ്റ് യൂസ് ചെയ്യും എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും മൈക്രോമീറ്റർ. ഇതാണ് മൈക്രോന്റെ സിമ്പിൾ അല്ലെ. റോഡിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് ഏതാ, കിലോമീറ്റർ. രണ്ട് പ്ലാനറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയാൻ വേണ്ടി നമുക്ക് എന്തെടുക്കാം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് എടുക്കാം. സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയാൻ വേണ്ടി ആസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് എടുക്കാം. അതേമാതിരി നമുക്കൊരു പെൻസിലിന്റെ ലെങ്ത് പറയണം, അപ്പൊ നമ്മൾ ഏതെടുക്കും, നമ്മൾ എടുക്കുന്ന യൂണിറ്റ് സെന്റിമീറ്റേഴ്സ് ആയിരിക്കും. പെൻസിലിന്റെ നിബിന്റെ യൂണിറ്റ് പറയണം, അപ്പൊ നമ്മൾ എന്തെടുക്കും, മില്ലിമീറ്റേഴ്സ് എടുക്കും അല്ലെ. ഇപ്പൊ ഒരു ആറ്റത്തിന്റെ സൈസ് എടുത്തു, ആറ്റത്തിന്റെ അല്ല, ന്യൂക്ലിയസിന്റെ ഒന്നും നാനോമീറ്റർ പറയാൻ പറ്റില്ല, അതൊക്കെ അതിനേക്കാളും ഒക്കെ ചെറുതാണ്. ഒരു നമ്മളുടെ കണ്ണിന് പോലും കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ തരിയായിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ, ഇപ്പോ ലൈറ്റിന്റെ വേവ് ലെങ്ത് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെടുക്കാം, നാനോമീറ്റേഴ്സ് എടുക്കാം. ഓക്കെ, സോ അതിനൊക്കെ വേണ്ടിയിട്ട് നാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ പല പല ഒബ്ജക്ട്സ് മെഷർ ചെയ്യാൻ വേണ്ടി പല പല യൂണിറ്റ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് സ്ട്രേറ്റ് അവേ ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് മെഷർ ചെയ്യാവുന്ന കാര്യമാണ്. ഇനിയിപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കിന്റെ കട്ടി നമുക്കറിയാം ഇത്ര മൈക്രോൺ ആണ്, പക്ഷെ ഇതെങ്ങനെ മെഷർ ചെയ്യും? മെഷർ ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി വേണ്ടേ? ഇപ്പോ ഈ കാണിച്ചിരിക്കുന്ന സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ പേപ്പറിനെ കട്ടി നിങ്ങൾ എങ്ങനെ മെഷർ ചെയ്യും? തിക്നെസ് മെഷർ ചെയ്യാൻ നമുക്ക് സ്കെയിൽ കൊണ്ട് പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇതിന്റെ തിക്നെസ് മെഷർ ചെയ്യും? നമുക്കൊന്നും ചെയ്യാനില്ല അല്ലെ. ഇതിനകത്ത് എന്താ ചെയ്യുക, ഒരേപോലത്തെ ഉള്ള പേപ്പർ ആണെങ്കിൽ അതൊരു സ്റ്റാക്ക് ആക്കാം. ഇപ്പൊ നമ്പർ ഓഫ് ഷീറ്റ്സ്, ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഇപ്പൊ 100 ഷീറ്റ് എടുത്തു എന്ന് വിചാരിക്കും. ഇങ്ങനെ 100 ഷീറ്റ് നമ്മൾ അസംബിൾ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതിന്റെ എത്ര ഹൈറ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ സപ്പോസ് നമുക്ക് ഇതൊരു 50 സെന്റിമീറ്റർ കിട്ടിയെന്ന് വിചാരിക്കും, ഇവിടം തൊട്ട് ഇവിടം വരെ. അപ്പൊ ഈ 50 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, 100 പേപ്പറിന്റെ ഹൈറ്റ്. അപ്പൊ 50നെ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.5 എന്ന് കിട്ടും. അതായിരിക്കും 0.5 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും എന്ത്, തിക്നെസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ഇങ്ങനത്തെ കേസിൽ തിക്നെസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറയുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാക്ക് ചെയ്യുക, പേപ്പേഴ്സ് എല്ലാം കൂടെ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് ഷീറ്റ്സ് വെച്ചിട്ട് ടോട്ടൽ ഹൈറ്റിന് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ ഓരോ പേപ്പറിന്റെയും തിക്നെസ് കിട്ടും. ദാറ്റ് ഇസ് ആൻ ആവറേജ്. ഒരു യൂണിഫോം ആയിട്ടുള്ള കേസിൽ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. പലതരത്തിലുള്ള പേപ്പറാണ് വെക്കണമെങ്കിൽ നമുക്കത് പറയാനും പറ്റില്ല. ഓക്കെ, നൗ ഇനി തിക്നെസ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, തിക്നെസ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേപോലെ ചരടായാലും നൂലിന്റെയൊക്കെ തിക്നെസ് ആണ് ചെയ്യണമെങ്കിൽ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെൻസിലിന് ചുറ്റിനോ ഒരു പേനയുടെ ചുറ്റിനോ എന്തിനെങ്കിലും നമ്മൾ റൗണ്ട് ചെയ്യുക. പക്ഷെ വേൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരെണ്ണത്തിന്റെ മേലെ ഓവർലാപ്പ് ചെയ്ത് വേൾ ചെയ്യരുത്, ഒന്ന് വിട്ടായിരിക്കണം വേൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെ വേൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടം തൊട്ട് ഇവിടം വരെ ഡിസ്റ്റൻസ് നിങ്ങൾ മെഷർ ചെയ്യുക. മെഷർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് വേണം, ഇത് എത്ര ഡിസ്റ്റൻസ് വന്നോ അത് ഡിവൈഡഡ് ബൈ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് മെഷർ ചെയ്തപ്പോൾ 5 സെന്റിമീറ്റേഴ്സ് വന്നു എന്ന് വിചാരിക്കും, അത് ഡിവൈഡഡ് ബൈ ഇത് എത്ര കേൾസ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് എണ്ണ. ഇപ്പൊ 10 ആണെങ്കിൽ 10. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരെണ്ണത്തിന്റെ തിക്നെസ് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 0.5 സെന്റിമീറ്റർ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തോളജിയാണ് ഇത്. ഇനി ഇതെല്ലാം പോട്ടെ, നമ്മളുടെ കയ്യിലുള്ള കേർവ്ഡ് ലൈൻസ് ആണ്, ഇതേപോലത്തെ ലൈൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുമോ? സ്കെയിലിനെ വളച്ചൊടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇങ്ങനത്തെ കേസിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, അപ്പൊ നമ്മൾ സാധാരണ ഒരു ത്രെഡ് എടുക്കുക, ത്രെഡ് വെച്ചിട്ട് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. എന്നിട്ട് ആ ത്രെഡ് നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് സ്കെയിൽ യൂസ് ചെയ്ത് എത്രയായിരുന്നു ആ ത്രെഡിന്റെ ലെങ്ത് എന്നുള്ളത് മെഷർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കേർവ്ഡ് ലൈൻസിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മൾ എത്ര വെറൈറ്റീസ് പഠിച്ചു, പല യൂണിറ്റ്സ് പഠിച്ചു, പല രീതിയിൽ പല ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചു. അതേപോലെ നമ്മളിപ്പോ തിക്നെസ് മെഷർ ചെയ്യാനുള്ള മെത്തോളജി പഠിച്ചു, കേർവ്ഡ് ലൈൻ മെഷർ ചെയ്യാനുള്ള മെത്തോളജിയും പഠിച്ചു. ലാസ്റ്റത്തെ നമ്മളെ ഒരു ഫുട്ബോൾ ഉണ്ടെന്ന് വിചാരിക്കൂ. ഈ ഫുട്ബോളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ആ ഡയമീറ്റർ നിങ്ങൾ എങ്ങനെ മെഷർ ചെയ്യും? കാര്യം സ്കെയിൽ വെച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ, ഇതൊരു സ്ഫെറിക്കൽ സർഫസ് അല്ലേ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഒരു വുഡൻ ബ്ലോക്കോ എന്തെങ്കിലും റെക്ടാംഗുലർ സ്ലാബ് എടുക്കുക, ഒരറ്റത്ത് വെക്കുക, അടുത്ത് എടുക്കുക, അതും അടുത്ത് വെക്കുക. എന്നിട്ട് ഈ പറഞ്ഞ 2 വുഡൻ സ്ലാബും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, കൃത്യമായിട്ട് ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ ഡിസ്റ്റൻസ് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡയമീറ്റർ പറയാൻ പറ്റും. അങ്ങനെയാണ് സ്ഫെറിക്കൽ സർഫസിന്റെ ഡയമീറ്റർ പറയുന്നത്. ഓക്കെ, ഇനി വെറുതെ തോന്നിയ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് വെറുതെ തോന്നിയ പോലെ മെഷർ ചെയ്യാൻ പറ്റില്ല. അതിനും കുറച്ചധികം
ടെക്നിക്സ് ഉണ്ട്, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വേയിൽ മെഷർ ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള വാല്യൂസ് കിട്ടുള്ളൂ. ഓക്കെ, സോ ഇതിപ്പോ 2 വുഡൻ ബ്ലോക്ക് ഞാൻ തന്നിട്ടുള്ളത് ഇവിടെ സ്ക്രീനിൽ പ്ലേസ് ചെയ്തിട്ടുള്ള, ഒരെണ്ണം ഞാൻ തെറ്റെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, മറ്റേ ഞാൻ കറക്റ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. തെറ്റെന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു സ്കെയിൽ എടുത്തു, ആ സ്കെയിൽ നേരെ വെക്കാണ്ട് നമ്മൾ ചരിച്ചാണ് വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മെഷർമെന്റും തെറ്റായിരിക്കും. ഇപ്പൊ ഈ കേസിൽ കിട്ടുന്ന മെഷർമെന്റ് ആയിരിക്കില്ല എന്ത് രണ്ടാമത്തെ കേസിൽ സ്കെയിൽ നേരെ വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ സ്കെയിൽ എപ്പോഴും എന്താണോ നമ്മളെ ഇൻസ്ട്രുമെന്റ് അതും ആ ഒബ്ജക്റ്റും തമ്മിൽ ഇൻക്ലിനേഷൻ, ചരിവൊന്നും പാടില്ല, നേരെ തന്നെ ആയിരിക്കണം വെച്ചിട്ടുള്ളത്. സോ കീപ് ദ ഒബ്ജക്ട് വിതൗട്ട് എനി ഇൻക്ലിനേഷൻ. അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ, മെഷർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇൻസ്ട്രുമെന്റ്സിൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം, ഈ അരികു പൊട്ടിയത് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ഉള്ളത് അതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഇൻസ്ട്രുമെന്റ് പ്രിസിഷൻ അല്ല നമ്മൾ ഇവിടെ പറയുന്നത്. നമ്മളിനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് നോക്കുന്നത് എന്നുള്ളതാ. ഇതിപ്പോ നേരെ നോക്കിക്കഴിഞ്ഞപ്പോ ഇതിന്റെ റീഡിങ് എത്രയാ വരിക? 5.5 വരിക. പക്ഷെ ഈ നെക്സ്റ്റ് ഇരിക്കുന്ന ഇതേ സെയിം ആള് തന്നെ അതിന്റെ ഐ കോണ്ടാക്ട് മാറാണ് എന്നുണ്ടെങ്കിൽ പുള്ളി ഇൻസ്റ്റഡ് ഓഫ് 5.5ക്ക് പകരം റീഡ് ചെയ്യുക ഇതിനെ 6 സെന്റിമീറ്റേഴ്സ് എന്നായിരിക്കും. കാര്യം എന്താ? ഇത് ചരിഞ്ഞിട്ടറിയ വരുന്നത്. സോ എപ്പോഴും പൊസിഷൻ ഓഫ് ദി ഐ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വൈൽ ടേക്കിംഗ് ദ മെഷർമെന്റ്. നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ നമ്മൾ നോക്കുന്ന രീതിയിലും ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരു കാര്യം എന്തായിരുന്നു? ഇൻക്ലിനേഷൻ, അത് ചരിവില്ലാണ്ട് ആ ഇൻസ്ട്രുമെന്റ് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് മെഷർ ചെയ്യുക എന്നുള്ളതും, കൃത്യമായിട്ട് ഐ കോണ്ടാക്ട് വരിക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിച്ചത്. നമുക്കൊന്ന് റീവാമ്പ് ചെയ്ത് നോക്കാം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത്. നമ്മൾ ലെങ്ത് മെഷർ, എന്തുകൊണ്ട് പണ്ടുള്ള യൂണിറ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതിന്റെ ഡ്രോബാക്സ് എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതൊന്നും അക്യുറേറ്റ് ആയിരിക്കില്ല, അതൊന്നും യൂണിഫോം ആയിരിക്കില്ല, അതൊക്കെയാണ് നമ്മൾ ഡ്രോബാക്സ് പറഞ്ഞത്. അതിനുശേഷമാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ഡിസ്കസ് ചെയ്തത്. ലെങ്ത് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ലെങ്ത്തിന്റെ ബേസിക് യൂണിറ്റ് എന്താ? ലെങ്ത്തിന്റെ ബേസിക് യൂണിറ്റ് മീറ്റർ ആണ് അല്ലെ. അതിനകത്ത് ഇത്രയും സബ് ഡിവിഷൻസ് നമ്മൾ പഠിച്ചു: കിലോമീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ. ഇതിന്റെ എല്ലാത്തിനെയും ഈക്വൽ മീറ്റർ ഫോമായിട്ട് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എക്സ്ട്രാ പഠിച്ചൊരു സാധനമാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലെ. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താ? ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു ദ സൺ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് ഇയർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ലൈറ്റ് ഇൻ 1 ഇയർ ആണ്. പാർ സെക്കൻഡ് എന്ന് പറയുന്നത് 3.26, അത്രയും ലൈറ്റ് ഇയറിനെയാണ് പാർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് പ്രിക്വേഷൻസ് ആണ്. എങ്ങനെയൊക്കെ മെഷറിംഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ. അത് ഇൻക്ലിനേഷൻ ഇല്ലാണ്ട് ഒബ്ജക്റ്റ് നേരെ വെക്കണം എന്നുള്ളത്. 2, നമ്മളുടെ ഐ കോണ്ടാക്റ്റും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ ടു യു ഓൾ. താങ്ക് യു. Manorama Horizon. Learning made simple.